ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു വെജിറ്റബിൾ കുറുമേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ക്യാരറ്റ്, ബീൻസ്, സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. പിന്നെ പെരിഞ്ചീരകം, ഒരു ഏലക്കായ, പട്ട, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ കശുവണ്ടി ഇട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ വേഗം അത് ചെയ്യാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ മിക്സീൻ്റെ ജാറിൽ തേങ്ങ ഇടും. അപ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കും. വെള്ളത്തിലിട്ട് കുതിർത്ത കശുവണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ വെള്ളം അങ്ങോട്ട് കളയാം. നമുക്ക് ഇത് അരിയാനുള്ള കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് വേഗം അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കാണാം. മല്ലിയില പറയാൻ വിട്ടുപോയോ എന്നറിയില്ല, ലാസ്റ്റ് ഇടേണ്ടതാണ് മല്ലിയില. അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടല്ലോ. പിന്നെ നമുക്ക് പാചകം തുടങ്ങിയാലോ. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അത് കായുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ കാഞ്ഞിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രുചി കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്, നമ്മളെ കുറുമക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്കായ, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ഒന്ന് റെഡിയായി വരുമ്പോൾ ഇപ്പോൾ നല്ലോണം കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിട്ട സാധനങ്ങൾ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ. സവാള ഒന്ന് റെഡിയായി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാൻ ഗ്രീൻ പീസ് ഒന്നും ഇടുന്നുണ്ട്. ഇത്രയും വെജിറ്റബിൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് എല്ലാം ഇടുന്ന കൂട്ടർക്ക് ഇടാം, ഞാനിടുന്നില്ല. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങും മറ്റുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്.
എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി സ്പൂണെടുക്കണം. കുറച്ച് മസാലപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് ഉള്ളിക്ക് മാത്രമാണ് ഇട്ടത്, അപ്പോൾ അതുപോരാ. ഇതിനും കൂടി വേണ്ടുന്ന നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ഇവിടെ അടച്ച് വെക്കും. അപ്പോൾ ഇതവിടുന്ന് വേവട്ടെ. ഉപ്പ് നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പില്ല, ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കുക. അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി വെന്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കറി വെന്തോ നോക്കാം ഗ്യാസ്. എല്ലാം വെന്തിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ അരപ്പനി ചേർത്ത് കൊടുക്കില്ല. എല്ലാം നല്ല വെന്ത് കണ്ടീഷനായിട്ടുണ്ട്. ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം ലൂസുമല്ല അധികം ടൈറ്റുമല്ല, അങ്ങനെയുള്ള പാകത്തിനാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഉപ്പ് നോക്കട്ടെ, പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് മല്ലിയില ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇടുന്നതാണ്. കണ്ടല്ലോ, വെജിറ്റബിൾ കുറുമ ഇത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഒരു നുള്ളുപ്പ് വേണം, ഒരു നുള്ളു, ഒരുപാട് വേണ്ട, ഒരു ലേശം. ഇതെല്ലാം മൊത്തത്തിലൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ കറക്റ്റായി. അപ്പോൾ എൻ്റെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.